ഹലോ ഗൈസ്. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് അമ്മായിയമ്മ സിനിമാ താരങ്ങളുടെ സംഘടന. എപ്പോഴും ആടെ ഇഷ്യൂസാണ്. ഇഷ്യൂസ് ഇല്ലാത്തൊരു സംഗതി ഇല്ല. ആടെ എപ്പോഴും ഇഷ്യൂസാണ്. ആഫ്റ്റർ ഇന്നസെൻ്റ് ഏട്ടൻ്റെ മരണശേഷമെല്ലാം മുതൽ തുടങ്ങിയതാണ് പ്രശ്നങ്ങൾ. ഈ താരസംഘടന മുമ്പ് ആണുങ്ങൾ ഭരിക്കുന്നുണ്ട്. അത് മോഹൻലാൽ പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് ഇവർ കുറേ ഇഷ്യൂസ് ഉണ്ടാക്കി ഹേമ കമ്മിറ്റി കാര്യങ്ങൾ രാജിവെച്ച് പോലെ അങ്ങനെ പുതിയ കമ്മിറ്റിയിൽ ലേഡീസ് കാർഡ് ഇറക്കിയിട്ട് ലേഡീസ് വേണം. അപ്പോൾ ലേഡീസിന് നന്നായിരിക്കുമെന്നെല്ലാം വിചാരിച്ചിട്ടായിരിക്കുമല്ലോ അവരങ്ങനെ പറഞ്ഞത്. പക്ഷേ ഇവിടെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടാക്കിയിട്ടുള്ളത് ലേഡീസിനാണ്. അതായത് ഈ പെണ്ണുങ്ങൾക്ക് ബുദ്ധിമുട്ട്. അൻസിബ എന്ന് പറയുന്ന ഒരു നടിയെ എല്ലാവരും കൂടിയിട്ട് ഒരുപാട് ടോർച്ചർ ചെയ്തു, എന്തൊക്കെ മനവിഷമങ്ങൾ ഉണ്ടാക്കുന്ന ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. അങ്ങനെ അൻസിബ അന്ന് മുതൽ ഇന്നലെ ഇവർ രാജിവെക്കുന്നത് വരെ പറയുന്നത് ഒരേ കാര്യമാണ്. അത് എല്ലാവർക്കും മനസ്സിലായി. അതായത് അൻസിബ പറയുന്നത് കേട്ടിട്ട് ബാബുരാജ് പോലത്തെ മോഹൻലാലിനൊന്നും ഒരു മറുപടി ഇല്ല. ബാബുരാജൊക്കെ കരഞ്ഞു എന്നാണ് പറയുന്നുള്ളത്. ഈ ബാബുരാജും വലിയ നല്ലതൊന്നല്ല, എന്നാലും അദ്ദേഹം അങ്ങനെ പറഞ്ഞു. അപ്പോൾ ഒരു ചെറിയൊരു പെൺകുട്ടി, ചെറിയൊരു നടീനെ ഇത്രത്തോളം എല്ലാവരും ആക്രമിച്ചു, ഇതാക്കി. പിന്നെ ഈ ലക്ഷ്മി പ്രിയ എന്ന് പറയുന്ന ആ പിള്ളേനെ എന്തിനാണ് എല്ലാവരും ഇങ്ങനെ പൊക്കി നടന്നത്? ആ പെണ്ണുങ്ങൾക്ക് ഓൾറെഡി ഒരുപാട് പ്രശ്നങ്ങൾ, ഒരുപാട് കേസും കാര്യങ്ങളിലുള്ള ഒരു പെണ്ണുങ്ങളാണ്. 20 ലക്ഷത്തിൻ്റെ ചെക്ക് കേസൊക്കെ ഉണ്ട് അവരുടെ വീട്ടിൽ. അവരൊക്കെ ഇങ്ങനെ പൊക്കി പിടിച്ച് നടക്കുന്നത് എന്തിനാണ്? ഈ ടിനു ടോം എന്തിനാണ് ഇങ്ങനെ കളിക്കുന്നത്? ജിഹാദി എന്ന് വരെ ആ പെണ്ണിനെ വിളിക്കണമെങ്കിൽ എന്താണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ഈ താരസംഘടന എന്തിനാണ്, ആർക്ക് ഉപകാരം ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടാണ്. ഒരുപാട് അന്ന് സിനിമയിൽ അഭിനയിച്ച കുറേ ടെക്നീഷ്യൻസ്, അതുപോലെ പഴയ ആക്ടേഴ്സ്, അവർക്കൊക്കെ മാസം ഒരു എമൗണ്ട് കൊടുക്കുന്നു. ഒക്കെ നല്ല കാര്യമാണ്. ഈ മമ്മൂട്ടി, മോഹൻലാൽ, സുരേഷ് ഗോപി, ദിലീപ്, ജയറാം ഇങ്ങനത്തെ മുൻനിരകളിൽ ഒരുപാട് നല്ല ആൾക്കാരുണ്ടല്ലോ. അവർക്ക് എന്തുകൊണ്ട് ഇത് മുന്നോട്ട് കൊണ്ടുപോയിക്കൂടാ? പറ്റുന്നില്ല. കാരണം എന്തായിരിക്കും? ഇതുപോലത്തെ കുറേ ക്രിമികൾ ബാക്കിലിരുന്ന് കുത്തുന്നുണ്ടാവും. അതാണ് പ്രശ്നം. ഇപ്പോൾ അൻസിബാനെ അന്നും ഇന്നും എന്നും കൂടുതൽ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിട്ടുള്ളത് മാലാപാർവതിയാണ്. അവർ കറക്റ്റ് പറയുന്നുണ്ട്. പിന്നെ അതിനിടയിൽ ഈ ശ്വേതാ മേനോൻ രാജിവെച്ചു. എന്നിട്ടായിട്ട് ഈ മല്ലിക സുകുമാരനെല്ലാം രാജിവെച്ചിട്ട് പോയി. അപ്പോൾ അവരുള്ളിൽ ഇപ്പം എന്താണ്? ഈ അൻസിബ എന്ന് പറയുന്ന പെണ്ണ് ജിഹാദിയാണോ? അപ്പോൾ എല്ലായിടത്തും ഈ വർഗീയവും മറ്റതും മറിച്ചതും എല്ലാം കുത്തിക്കയറ്റിയിട്ട് മൊത്തം പ്രശ്നമാക്കുന്നതെന്ന് എല്ലാവരും. ഇതിനൊക്കെ ഈ അമ്മ സംഘടനയൊക്കെ നല്ല ജെൻറ്റലായിട്ട് കൊണ്ടുപോകാൻ പറ്റും. ഇപ്പോൾ ജഗദീഷ് ചേട്ടൻ പറയുന്ന വാക്കുണ്ടാവും, നോക്കാം. തെരഞ്ഞെടുപ്പ് എന്ന് നടത്തണം എന്നുള്ളത് ഈ അഡ്ഹോക് കമ്മിറ്റിയുടെ തീരുമാനത്തിന് വിട്ടു. അത് അഡ്ഹോക് കമ്മിറ്റി തുടർന്നുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനുള്ള ഉത്തരവാദിത്വം അഡ്ഹോക് കമ്മിറ്റി ഏറ്റെടുത്തു. ഇതിൻ്റെ കൺവീനറായിട്ട് രമേശ് പിഷാരടിയാണ്. അദ്ദേഹം സമ്മതിച്ചത് വലിയൊരു നല്ല കാര്യമായിട്ട് തന്നെ കണക്കാക്കുന്നുണ്ട്. അപ്പോൾ ഈ അഡ്ഹോക് കമ്മിറ്റി തുടർന്നുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകും. അമ്മയുടെ കെട്ടുറപ്പിനെ ഒരു രീതിയിലും ബാധിക്കാത്ത രീതിയിലുള്ള സജീവമായ ചർച്ചകളുണ്ടായിരുന്നു. ഇരുപക്ഷത്തും പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും. കഴിഞ്ഞ ഭരണസമിതിയെക്കുറിച്ച് പോസിറ്റീവായിട്ട് പറഞ്ഞവർ ഒരുപാട് പേരുണ്ടായിരുന്നു, നെഗറ്റീവായിട്ട് പറഞ്ഞ ഒരുപാട് പേരുണ്ടായിരുന്നു. പക്ഷേ അവരുടെ ചില ലാപ്സസ് കാരണം, ചില മിസ്റ്റേക്സ് കാരണമാണ് ഇങ്ങനെ ഒരു അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കേണ്ടി വന്നത് അംഗങ്ങൾക്ക്. ആ അവിശ്വാസ പ്രമേയം പാസ്സാകുന്നതിന് മുമ്പ് തന്നെ അംഗങ്ങളുടെ വികാരം മനസ്സിലാക്കി സൗഹാർദ്ദപരമായിട്ടുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞ കാല ഭരണസമിതി രാജിവെച്ച്. പിന്നെ ബാബുരാജ് ഈ കമ്മിറ്റി വരുന്നതിനേക്കാളും മുമ്പ് തന്നെ അദ്ദേഹം ഭയങ്കര എതിർപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് മുമ്പോട്ട് പോകുന്നുണ്ടായിരുന്നു. പിന്നെ ഒരുപാട് വിഭാഗത്തിലൊക്കെ വന്ന ആളാണ്. അപ്പോൾ അയാൾ എന്ത് പറയുന്നു നോക്കാം. എന്ന് പറയുന്ന ഒരു പ്രസിഡന്റിനെ കൊണ്ട് എങ്ങനെ ഇവിടെ സ്ത്രീകൾക്ക് കിട്ടും? ഇവിടെ അങ്ങനെ സ്ത്രീകൾ കാർഡല്ല വേണ്ടത്. ഇന്ന് ഞാൻ നോക്കുമ്പോൾ കുക്കും ശ്വേതയും ഒരൊറ്റ കെട്ട്, ഒരു ബെഞ്ച്, ഒരു കാര്യത്തിൽ ഭയങ്കര ഐക്യം. കപടമല്ല ഇവരെ കാണി. ഇതിൽ അന്ന് പരാതി ഉന്നയിച്ചത് മുതൽ, അതായത് പരാതി പറഞ്ഞത് മുതൽ ഇന്നേ വരെ ഒരു മാറ്റവും കൂടാതെ മുഴുവൻ തെളിവ് സഹിതം അമ്മയിലെ ജനറൽ ബോഡി അംഗങ്ങൾക്ക് കാണിച്ചത് കൊണ്ട് മാത്രം ഒരു ഉത്തരം മുട്ടിയിട്ടാണ് ഈ ശ്വേതാ മേനോനും ബാക്കി ടീമുകളും രാജിവെച്ചത്. അവർക്ക് ഉത്തരവില്ല. കാരണം അത്ര തെളിവ് സഹിതമാണ് ഈ അൻസിബ എന്ന് പറയുന്നുള്ള നടി നല്ല ബ്രില്യൻ്റ് ആയിട്ടുള്ള മൂവ്മെൻ്റാണ് അവർ നടത്തിയത്. അതുകൊണ്ടാണ് അവർ കൂടുതൽ മേക്ക് ഇവരൊന്നും ചെളി വരുത്തേക്കാൻ പറ്റാതെ അവർ തന്നെ അവരുടെ വാക്ക് തന്നെ ശരിയായി അവസാനം ഇങ്ങനെയൊക്കെ സംഭവിച്ചല്ലോ. അവർ പറഞ്ഞിട്ട് തന്നെയല്ലേ ഇപ്പോൾ വന്നത്. അപ്പോൾ എനിവേ
സമിതിക്ക് കൃത്യമായിട്ടുള്ള വരവ് ചെലവ് കണക്കുകൾ ഈ ജനറൽ ബോഡിയിൽ കാണിക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ ഉന്നയിച്ച കാര്യങ്ങളുണ്ടായിരുന്നു. ഞാൻ ഉന്നയിച്ച എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ഈ ജനറൽ ബോഡിയിൽ എനിക്ക് സംസാരിക്കാൻ പറ്റി. എന്തെല്ലാം കാര്യങ്ങളാണോ ഞാൻ മുന്നേ മീഡിയയുടെ മുന്നിൽ വന്ന് പറഞ്ഞിരുന്നത്, അതേ കാര്യങ്ങൾ തന്നെയായിരുന്നു എനിക്ക് അമ്മയിലും പറയാനുണ്ടായിരുന്നത്. അതുപോലെ തന്നെ വരവ് ചെലവ് കണക്കുകളുടെ കാര്യത്തിൽ കൃത്യതക്കുറവ് ഞാൻ ആദ്യം മുതലേ ചൂണ്ടിക്കാണിക്കുന്നുണ്ടായിരുന്നു. ആ കാര്യങ്ങളും കൃത്യമായി ഏതൊക്കെ വിഷയങ്ങളിലാണ് ആരൊക്കെയാണ് ഉൾപ്പെട്ടിരുന്നതെന്ന് കൃത്യമായിട്ട് ഞാൻ അമ്മയിലെ ഇന്നത്തെ ജനറൽ ബോഡിയിൽ ഞാൻ പറയുകയുണ്ടായി. ഇപ്പോഴത്തെ ആൾക്കാർക്ക് പറയാനുള്ളത്, എന്തിനാണ് ഈ അമ്മ സംഘടന, എന്താണ് ഉദ്ദേശിക്കുന്നത്, നല്ല കാര്യങ്ങളാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിന് അനുയോജ്യമായ ഒരുപാട് പേര് മലയാളം ഫിലിമിലുണ്ട്. അതിനനുയോജ്യമായ ഒരുപാട് പേർ മലയാളം സിനിമ ഇൻഡസ്ട്രിയിലുണ്ട്. മോഹൻലാൽ, മമ്മൂട്ടി, അതുപോലെ സുരേഷ് ഗോപി, അങ്ങനെ ഒരുപാട് പേരുണ്ട്. ഈ പിഷാരടിയൊക്കെ ഇപ്പോൾ അഡ്വ കമ്മിറ്റിയിലൊക്കെ ഉണ്ട്. അദ്ദേഹമാണ് ഇപ്പോൾ കൺവീനർ. അപ്പോൾ അവരൊക്കെ മുൻപിൽ വന്ന് ഈ അമ്മ എന്ന സംഘടന മുന്നോട്ട് കൊണ്ടുപോയാലേ ഈ അമ്മ സംഘടന ഇനി മുന്നോട്ട് പോകും. അല്ലെങ്കിൽ ആ ബിൽഡിംഗ് മൊത്തം മാറാളിയും പൂപ്പലൊക്കെ പിടിച്ച് അതൊക്കെ നശിച്ച് പോകും. ഒന്നുമില്ലാതാവും. ലാസ്റ്റ് അമ്മയുണ്ടായില്ല, അച്ഛനുണ്ടായില്ല, ഒന്നും ഉണ്ടായില്ല. ഓക്കെ, ബൈ ബൈ.